വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് സെക്കൻഡ് സെമിസ്റ്റർ റീഡിംഗ് ഫിക്ഷനിലെ ഡ്യൂൺ പാർട്ട് 1 എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ സമ്മറിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. What is the significance of the spice on the planet Arrakis and why is it so valuable? ഇനി പ്ലാനറ്റ് അരാക്കിസിൽ കാണപ്പെടുന്ന സ്പൈസ് എന്ന് പറയുന്ന എലിമെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണ്, എന്തുകൊണ്ടാണ് അത് വളരെ വാല്യുബിൾ ആയിരിക്കുന്നത്? The spice found on Arrakis is the most valuable substance in the universe because it enables space travel. ഇനി ഈ സിനിമയ്ക്കകത്ത് സ്പൈസ് ആണ് യൂണിവേഴ്സിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള എലിമെൻ്റ് എന്ന രീതിയിലാണ് പറയുന്നത്. കാരണം അത് സ്പേസ് ട്രാവലിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇറ്റ് ഓൾസോ ഹാസ് പവർഫുൾ എഫക്ട്സ് ഓൺ ഹെൽത്ത് ആൻഡ് ലോഞ്ചിവിറ്റി, മേക്കിംഗ് ഇറ്റ് എ ഹൈലി വാല്യുബിൾ റിസോഴ്സ്. അതുപോലെ തന്നെ ഹെൽത്തും ആയുസ്സും ഒക്കെ കൂടുന്നതിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടാണ് സ്പൈസിനെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് യൂണിവേഴ്സിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സാണ് സ്പൈസ് എന്ന് ഈ സിനിമയിൽ പറയുന്നു. How does Paul Atreides begin to understand his destiny through his visions? Provide an example from the film. ഇനി പോൾ ആത്രൈഡിസിന് വിഷൻസ് ഉണ്ടാവാറുണ്ട് ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ളത്. ആ വിഷൻസിലൂടെ എങ്ങനെയാണ് അയാളുടെ ഡെസ്റ്റിനി അയാൾ മനസ്സിലാക്കുന്നത്, അതിൻ്റെ ഒരു എക്സാമ്പിളും ചോദിക്കുന്നു. Paul Atreides begins to understand his destiny through his visions that show possible futures. അപ്പോൾ ഭാവി എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിഷൻസ് ആണ് പോൾ ആത്രൈഡിസിന് ഉണ്ടാവുന്നത്. One key vision includes him with the Fremen, hinting that he must join them to fulfill his prophesied role. ഇനി ഒരു വിഷനിൽ നമ്മൾ കാണുന്നത് ഇയാൾ ഫ്രെമൻ എന്ന് പറയുന്ന ഈ അരാക്കിസിലെ ആളുകളുടെ ഒപ്പം ചേരുന്നതും അവരുടെ ഒരു ലീഡറായിട്ട് വളർന്നു വരുന്നതുമാണ്. അത്തരത്തിൽ തൻ്റെ ഡെസ്റ്റിനിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ വിഷൻസിലൂടെ പോൾ മനസ്സിലാക്കുന്നു. What role does the Bene Gesserit play in shaping Paul's future and how does his mother Lady Jessica influence this? ഇനി ബെനെ ജെസറത്ത് എന്ന് പറയുന്നത് കുറച്ച് മിസ്റ്റിക്കലായിട്ടുള്ള കുറച്ച് മന്ത്രവാദമൊക്കെ പോലുള്ള ഒരു സ്ത്രീകളുടെ ഒരു സംഘമാണ്. പോളിൻ്റെ മാതാവ് ജെസിക്ക ആ സംഘത്തിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. അത് പോളിൻ്റെ ഡെസ്റ്റിനിയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? The Bene Gesserit, a mystical sisterhood, manipulate bloodlines to create the Kwisatz Haderach, a super being who can unite humanity. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബെനെ ജെസറത്ത് എന്ന് പറയുന്നത് ഒരു മിസ്റ്റിക്കൽ സിസ്റ്റർഹുഡാണ്. കുറച്ച് മന്ത്രവാദമൊക്കെ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു സംഘമാണ്. അവർ ക്വിസാച്ച് ഹദാരഷ് എന്ന പേരിലുള്ള ഒരു സൂപ്പർ ഹ്യൂമനെ, ഈ മനുഷ്യവംശത്തെ മുഴുവൻ ലീഡ് ചെയ്യുന്ന ഒരു സൂപ്പർ ഹ്യൂമനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. ലേഡി ജെസിക്ക, defying their orders, gives birth to a son instead of a daughter. ഇനി ഈ സംഘത്തിൽ അംഗമായിട്ടുള്ള പോളിൻ്റെ മാതാവ് ലേഡി ജെസിക്ക ചെയ്യുന്നത് ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകുന്നതിന് പകരം ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുന്നു. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് കുറേ തലമുറകൾ കഴിഞ്ഞാലാണ് ഈ പ്രവചിക്കപ്പെട്ടിട്ടുള്ള ഒരു ലീഡറിനെ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ട് കുറേ തലമുറയിലേക്ക് പെൺകുട്ടികൾ തന്നെയാണ് ഉണ്ടാവേണ്ടതെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ പോളിൻ്റെ അമ്മ ലേഡി ജെസിക്ക ആ ഒരു ഡയറക്റ്റീവ് തെറ്റിച്ചുകൊണ്ട് ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുന്നു. Thus she accelerates the prophecy and trains Paul in their techniques, shaping his abilities and destiny. അങ്ങനെ അവരുടെ കണക്ക് പ്രകാരം കുറേ കാലങ്ങൾക്ക് ശേഷം വരേണ്ടിയിരുന്ന ആ ഒരു ക്യാരക്ടർ വളരെ നേരത്തെ തന്നെ വരികയും പോളിൻ്റെ ഡെസ്റ്റിനി ആയിട്ട് അത് മാറുകയും ചെയ്യുന്നത് ലേഡി ജെസിക്ക ഇത്തരത്തിൽ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുന്നതിലൂടെയാണ്. Describe the relationships between House Atreides and House Harkonnen and how it impacts the events on Arrakis. ഇനി ഇതിൽ രണ്ട് പ്ലാനറ്റ്സിലുള്ള ആളുകളാണ് ആത്രൈഡിസും ഹാർക്കോനൻസും. അവർ തമ്മിലുള്ള റിലേഷൻസ് എങ്ങനെയായിരുന്നാണ് ചോദിക്കുന്നത്. ഹൗസ് ആത്രൈഡിസ് ആൻഡ് ഹൗസ് ഹാർക്കോനൻ ആർ ബിറ്റർ റൈവൽസ്. പരസ്പരം ശത്രുക്കളായിട്ടുള്ള വിഭാഗങ്ങളായിട്ടാണ് ആത്രൈഡിസിനെയും ഹാർക്കോനൻസിനെയും അവതരിപ്പിച്ചിരിക്കുന്നത്. ദി എംപറർ സീക്രട്ട്ലി സൈഡിങ് വിത്ത് ഹാർക്കോനൻസ് ഓർക്കസ്ട്രേറ്റ്സ് ദ ഡൗൺഫോൾ ഓഫ് ഹൗസ് ആത്രൈഡിസ്. ഇനി ഇവരെ എല്ലാവരെയും റൂൾ ചെയ്യുന്ന എംപറർ ഹാർക്കോനൻസിൻ്റെ പക്ഷത്ത് ചേരുകയും ആത്രൈഡിസിനെ നശിപ്പിക്കുന്നതിനുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതും നമ്മൾ കാണുന്നു. ദിസ് ബിട്രയൽ ലീഡ്സ് ദ ബ്രൂട്ടൽ അറ്റാക്ക് ഓൺ അരാക്കിസ് ആൻഡ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ആത്രൈഡിസ്. അങ്ങനെ ഈ അരാക്കിസിൽ വെച്ചിട്ട് അവർ തമ്മിലൊരു യുദ്ധം ഉണ്ടാവുകയും ഹൗസ് ആത്രൈഡിസ് തകർന്നു പോകുന്നതുമായിട്ടാണ് നമ്മൾ കാണുന്നത്.
What is the importance of the desert and the Fremen people in Paul's journey and future on Arrakis? ഇനി പോളിൻ്റെ ഫ്യൂച്ചറിൽ ആ ഒരു അരാക്കിസിലെ ഡെസേർട്ടും ആ ഡെസേർട്ടിലെ ആളുകളായിട്ടുള്ള ഫ്രെമൻസിൻ്റെയും പ്രാധാന്യം എന്താണ്? The desert and the Fremen are crucial to Paul's survival and his eventual rise to power. ഈ പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൗസ് ആത്രേദീസ് യുദ്ധത്തിൽ തകർന്നു പോയ സമയത്ത് അവിടുന്ന് അതിജീവിക്കുന്നതിലും രക്ഷപ്പെടുന്നതിലും അതുപോലെ തന്നെ ഒരു ലീഡറായിട്ട് വളർന്നു വരുന്നതിലും നിർണായകമായിട്ടുള്ള പങ്കാണ് വഹിക്കുന്നത്. The harsh environment forces him to adapt, while the Fremen's knowledge of Arrakis and their belief in prophecy position him as a potential leader, shaping his path toward becoming a revolutionary figure. ഇനി ഈ ഡെസേർട്ടിലെ ഹാർഷ് കണ്ടീഷൻസ് നമ്മുടെ പോളിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിർബന്ധിതമാക്കുന്നു. അത്തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് വരുന്നതിന് ഈ ഡെസേർട്ടിലുള്ള അതിജീവനം പോളിനെ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ പ്രൊഫസി പ്രകാരമുള്ള ഒരു ആളിങ്ങനെ വന്നുകൊണ്ട് എല്ലാവരെയും രക്ഷിക്കുമെന്ന് ഫ്രെമൻ ആളുകളും വിശ്വസിക്കുന്നുണ്ട്. അവർ പോളാണ് അത്തരത്തിലുള്ള ഒരു പ്രൊഫസൈസ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എളുപ്പത്തിൽ അവിടെ ഒരു ലീഡറായിട്ട് വരാൻ വേണ്ടിയിട്ടും പോളിന് സാധിക്കുന്നു. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സ്പൈസ് ഇൻ ദ സോഷ്യോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഓഫ് ഡ്യൂൺ. ഹൗ ഡസ് ഇറ്റ്സ് വാല്യൂ ഇൻഫ്ലുവൻസ് ദി ആക്ഷൻസ് ആൻഡ് മോട്ടിവേഷൻസ് ഓഫ് കീ ക്യാരക്ടേഴ്സ് സച്ച് ആസ് ഡ്യൂക്ക് ലെത്തോ ആത്രേദീസ് ആൻഡ് എംപറർ ഷദാം ഫോർ. ഇനി ഡ്യൂണിലെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സ്പൈസിൻ്റെ പ്രാധാന്യം എന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ വാല്യൂ ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ ആക്ഷൻസിനെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും ചോദിക്കുന്നു. Spice is the most valuable substance in the Dune universe, essential for space travel, extending human lifespan and enhancing mental abilities. ഡ്യൂൺ യൂണിവേഴ്സിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിട്ടാണ് സ്പൈസിനെ അവതരിപ്പിക്കുന്നത്. അത് സ്പേസ് ട്രാവലിന് നെസസറി ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണെന്നും അതുപോലെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണെന്നും പറയുന്നു. ഇറ്റ്സ് സ്കാർസിറ്റി ആൻഡ് നെസസിറ്റി മേക്ക് ഇറ്റ് ദ മോസ്റ്റ് പവർഫുൾ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റിസോഴ്സ്. അപ്പോൾ അത് വളരെ ദൗർലഭ്യത്തോടു കൂടി ലഭിക്കുന്നൊരു വസ്തുവാണ്. അരാക്കിസിൽ മാത്രമാണ് അത് ലഭ്യമായിട്ടുള്ളത്. അതുകൂടാതെ അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു വസ്തുവുമാണ്. അത്തരത്തിൽ പൊളിറ്റിക്കലായിട്ടും എക്കണോമിക്കലായിട്ടും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റിസോഴ്സ് ആയിട്ടാണ് സ്പൈസിനെ അവതരിപ്പിക്കുന്നത്. Arrakis is the only known source of spice, making the planet the center of political conflict. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരാക്കിസ് എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിൽ മാത്രമാണ് ഇത് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അധികാരത്തിന് വേണ്ടിയിട്ട് വളരെയധികം സംഘർഷങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ കാണുന്നു. Control over spice equates to control over the galaxy, leading to ongoing struggles among noble houses and the emperor. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്പൈസിൻ്റെ കൺട്രോൾ ആർക്കാണുള്ളത്, അവർക്കാണ് ഏറ്റവും കൂടുതൽ സമ്പത്തും അധികാരവും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് ഈ അത്രൈദിസ്, ഹാർക്കോനൻസ് തുടങ്ങിയിട്ടുള്ള ഹൗസസും അതുപോലെ എംപററും തമ്മിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ കാണുന്നു. Duke Leto accepts the fiefdom of Arrakis, seeing it as an opportunity to strengthen House Atreides despite sensing a trap. ഇനി എംപറർ ഹാർക്കോനൻസിൻ്റെ കയ്യിൽ നിന്ന് അരാക്കിസിൻ്റെ ചുമതല ആത്രേദീസിനെ ഏൽപ്പിക്കുന്ന സമയത്ത് അത് അവരെ തമ്മിൽ തല്ലിപ്പിക്കാനുള്ള, യുദ്ധമുണ്ടാക്കാനുള്ള ഒരു ചതിയാണ് എന്നുള്ള കാര്യം ലെത്തോയ്ക്ക് അറിയാം. എന്നിട്ടും അയാളത് സ്വീകരിക്കുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്തിൻ്റെ സാധ്യത കണ്ടുകൊണ്ടാണ്. He aims to secure spice production by forming an alliance with the Fremen, showing his strategic leadership. അങ്ങനെ അരാക്കിസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ഫ്രെമൻസുമായിട്ടൊരു അലയൻസ് ഉണ്ടാക്കുകയും അങ്ങനെ സ്പൈസ് പ്രൊഡക്ഷൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പവർ വർദ്ധിക്കും എന്നുള്ള ഒരു പ്ലാനോട് കൂടിയിട്ടാണ് ഈ അപകടം നിറഞ്ഞിട്ടുള്ള ഈ ഒരു ഉത്തരവാദിത്തം അയാൾ ഏറ്റെടുക്കുന്നത്. എംപറർ ഷദാം ഫോർ വ്യൂസ് ഹൗസ് ആത്രേദീസ് ആസ് എ ഗ്രോവിംഗ് ത്രെറ്റ്. ഇനി ഇതേ സമയത്ത് എംപറർ ആണെങ്കിൽ ഹൗസ് ആത്രേദീസിൻ്റെ ശക്തി വർദ്ധിക്കുന്നത് ഒരു അപകടമായിട്ട് കണക്കാക്കുന്നു. ടു മെയിൻറ്റെയിൻ ഹിസ് ഡോമിനൻസ് he manipulates the situation by granting Arrakis to the Atreides while secretly aiding the Harkonnens to destroy them, ensuring that no single house controls spice production. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എംപറർ ചെയ്യുന്നത് ഹാർക്കോനൻസിൻ്റെ കയ്യിൽ നിന്ന് ഈ അരാക്കിസിലെ അധികാരം എടുത്തുകൊണ്ട് ആത്രേദീസിന് കൊടുക്കുകയും അങ്ങനെ അവർ തമ്മിലൊരു ശത്രുതയും യുദ്ധത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും എന്നിട്ട് ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഹാർക്കോനൻസിനെ സഹായിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ ഇവർ തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. അങ്ങനെ യുദ്ധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക്
അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഈ രണ്ട് കൂട്ടരും ഈ സ്പൈസിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല എന്നൊരു സിറ്റുവേഷനാണ് എംപറർ അവിടെ സൃഷ്ടിക്കുന്നത്. ഇത്തരത്തിൽ ഇവിടെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത് സ്പൈസിൻ്റെ കൺട്രോൾ ആണെന്നും അതാണ് ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ ആക്ഷൻസിനെ നിർണ്ണയിക്കുന്നത് എന്നും നമ്മൾ കാണുന്നു. Analyze the character of Lady Jessica within the context of the Ben Gesserit sisterhood. What are the implications of a decision to bear a son instead of a daughter, and how does his choice impact the broader narrative concerning Paul Atreides? ഇനി പോളിൻ്റെ മാതാവ് ലേഡി ജെസിക്കയുടെ ക്യാരക്ടറാണ് ചോദിക്കുന്നത്. ബെൻ ജെസറത്ത് സിസ്റ്റർഹുഡിലെ മെമ്പറായിട്ടുള്ള ലേഡി ജെസിക്ക അവരുടെ നിർദ്ദേശങ്ങൾ മറികടന്നുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് പകരം ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുന്നു. അത് ഈ നരേറ്റീവിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് ചോദിക്കുന്നു. ലേഡി ജെസിക്ക, എ മെമ്പർ ഓഫ് ദ ബെൻ ജെസറത്ത് സിസ്റ്റർഹുഡ്, പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ നരേറ്റീവ്. ഈ കഥയുടെ മുന്നോട്ട് പോക്കിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ലേഡി ജെസിക്കയെ നമ്മൾ കാണുന്നത്. ദ ബെൻ ജെസറത്ത് ഈസ് എ പവർഫുൾ ഓർഗനൈസേഷൻ ദാറ്റ് കെയർഫുള്ളി മാനിപ്പുലേറ്റ്സ് ബ്ലഡ് ലൈൻസ് ടു പ്രൊഡ്യൂസ് ദ ക്യുസച്ച് ഹദാറിഷ്, എ പ്രൊഫസൈസ്ഡ് മെയിൽ വിത്ത് എക്സ്ട്രോർഡിനറി എബിലിറ്റീസ്. ബെൻ ജെസറത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരു മിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ്. കുറച്ച് മന്ത്രവാദമൊക്കെ ഉള്ള ആളുകളുടെ ഒരു സംഘടനയാണ്. അവർ കെയർഫുള്ളി മാനിപ്പുലേറ്റ്സ് ബ്ലഡ് ലൈൻസ്. അവർ കൃത്യമായിട്ട് ഈ തലമുറകളായിട്ട് പവർഫുൾ ആയിട്ടുള്ള ആളുകളുടെ ബ്ലഡ് ലൈൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ അവസാനം ക്യുസാച്ച് ഹദാറഷ് എന്ന പേരിലുള്ള വളരെ സൂപ്പർ ഹ്യൂമൻ എബിലിറ്റീസ് ഉള്ള ഒരാളെ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് അവർ കണക്കാക്കുന്നത്. Jessica defies the sisterhood's orders by giving birth to a son, Paul, instead of a daughter. അപ്പോൾ ഇവർ 90 തലമുറകളായിട്ട് ഇങ്ങനെ പെൺകുട്ടികൾക്ക് മാത്രം ജന്മം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുമ്പോൾ അയാളാണ് ഇതുപോലെ സൂപ്പർ ഹ്യൂമൻ ആയിട്ട് വരിക എന്നുള്ളതാണ് അവരുടെ പ്ലാനിലുള്ളത്. ജെസിക്കയാണെങ്കിൽ ഇവരുടെ ഈ പ്ലാനിനെ അട്ടിമറിച്ചുകൊണ്ട് പെൺകുട്ടിക്ക് പകരം ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുന്നു. ദിസ് ആക്ട് ഡിസ്റപ്റ്റ്സ് ദെയർ ലോങ് ടേം ജനറ്റിക് പ്ലാൻസ്, ആക്സിലറേറ്റിംഗ് ഇവൻറ്റ്സ് ബിയോണ്ട് ദെയർ കൺട്രോൾ. അപ്പോൾ അവരുടെ കണക്ക് പ്രകാരം കുറച്ചുകൂടി കാലങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ വരേണ്ടത്. എന്നാൽ പോളിന് ജന്മം നൽകിക്കൊണ്ട് ആ ഇവന്റ് നേരത്തെയാക്കുകയാണ് ജെസിക്ക ചെയ്യുന്നത്. Her decision is driven by both love for Duke Leto and ambition. ഇനി ഒന്ന് സ്വാഭാവികമായിട്ടും അവൾക്ക് അവളുടെ മകനോടും അതുപോലെ തന്നെ ഹസ്ബൻഡിനോടുള്ള സ്നേഹം നമുക്കിതിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജെസിക്ക എന്നതും നമ്മളിതിൽ കാണുന്നുണ്ട്. ഷി ബിലീവ്സ് പോൾ കുഡ് ഫുൾഫിൽ ദ പ്രൊഫസി, പൊസിഷനിങ് ഹെർ ആസ് എ മദർ ഓഫ് ദ പ്രൊഫസൈസ്ഡ് വൺ, ഇൻക്രീസിങ് ഹെർ ഇൻഫ്ലുവൻസ്. അവളുടെ മകൻ പോൾ ഈ പ്രൊഫസൈസ്ഡ് ഫിഗർ അല്ലെങ്കിൽ പ്രവചിക്കപ്പെട്ടിട്ടുള്ള സൂപ്പർ ഹ്യൂമൻ ആവുന്ന സമയത്ത് ആ സൂപ്പർ ഹ്യൂമൻ്റെ അമ്മ എന്നുള്ളൊരു പദവിയും ജെസിക്കയ്ക്ക് ലഭിക്കും. അങ്ങനെ തൻ്റെ കൂടി അധികാരം മെച്ചപ്പെടുത്തുന്ന ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ജെസിക്കയുടെ ഈ തീരുമാനത്തിൽ നമ്മൾ കാണുന്നത്. ജെസിക്കാസ് ചോയ്സ് മേക്ക് പോൾ എ പൊളിറ്റിക്കൽ ആൻഡ് സ്പിരിച്വൽ ഫിഗർ, ഫോഴ്സിങ് ഹിം ടു നാവിഗേറ്റ് പവർ സ്ട്രഗിൾസ് ആൻഡ് പ്രൊഫസി. അങ്ങനെ ജെസിക്കയുടെ തീരുമാനമാണ് പോളിനെ ഒരു പൊളിറ്റിക്കൽ ആൻഡ് സ്പിരിച്വൽ ഫിഗറായിട്ട് സൃഷ്ടിക്കുന്നത്. His rise challenges existing hierarchies, reshaping the fate of the Dune universe. അങ്ങനെ ഈ പോളിൻ്റെ ഉയർച്ചയാണ് അതുവരെയുള്ള അവിടുത്തെ പവർ സ്ട്രക്ചറുകളെ എല്ലാം മാറ്റിമറിക്കുന്നത്. അത്തരത്തിൽ ആ നരേറ്റീവിലെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ജെസിക്കയുടെ ഡിസിഷനെയും നമ്മൾ കാണുന്നത്. Examine Paul Atreides' experiences with his prophetic visions throughout the film. In what ways do these visions shape his understanding of his destiny, and how do they reflect the film's themes of power and leadership? ഇനി പോൾ അത്രേദീസിന് ഈ സിനിമയ്ക്കകത്ത് വിഷൻസ് ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രവചനങ്ങൾ പോലെ ഈ ഭാവിയൊക്കെ സ്വപ്നം പോലെ ഇവന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അവൻ്റെ ഡെസ്റ്റിനി മനസ്സിലാക്കുന്നതിൽ ഈ വിഷൻ്റെ പ്രാധാന്യം എന്താണ്, ഇനി വിഷൻസിലൂടെ പവറിൻ്റെയും ലീഡർഷിപ്പിൻ്റെയും തീം എങ്ങനെയാണ് സിനിമയ്ക്കകത്ത് അവതരിപ്പിക്കുന്നത്. Paul experiences fragmented visions of possible futures, including war, his leadership among the Fremen, and his transformation into a messianic figure. പോളിന് ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള വിഷൻസ് ആണ് ഉണ്ടാവുന്നത്. പൂർണ്ണമായിട്ടും അവന് ഭാവി കാണാൻ സാധിക്കുന്നില്ല. ചില ഭാഗങ്ങളാണ് അവന് കാണുന്നത്. അതും ഒരു ഫ്യൂച്ചറല്ല, ഫ്യൂച്ചേഴ്സാണ് അവന് കാണുന്നത്. ഭാവിയുടെ പല സാധ്യതകളാണ് അവന് വിഷൻസിലൂടെ കാണാൻ സാധിക്കുന്നത്. അതിൽ ഈ യുദ്ധവും അതുപോലെ തന്നെ ഈ ഫ്രെമൻസിൻ്റെ ഇടയിൽ ഒരു ലീഡറായിട്ട് അവൻ ഉയർന്നു വരുന്നതുമെല്ലാം അവൻ കാണുന്നുണ്ട്. ദീസ് വിഷൻസ് ഷേപ്പ് ഹിസ് പെർസെപ്ഷൻ ഓഫ് ഡെസ്റ്റിനി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അവൻ്റെ ഒരു ഡെസ്റ്റിനിയെ കുറിച്ചിട്ടും അവൻ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ചിട്ടുമുള്ള കാര്യങ്ങൾ ഈ വിഷൻസിലൂടെ അവൻ മനസ്സിലാക്കുന്നു.
His visions are not fixed but present multiple possibilities, making him question whether he controls his fate or is simply following a predetermined path. ഇനി ഇവൻ്റെ വിഷൻസിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അവന് കൃത്യമായിട്ട് ഭാവി കാണാനുള്ള കഴിവല്ല ഉള്ളത്, മറിച്ച് പല സാധ്യതകൾ ഭാവിയിൽ ഉണ്ടാവുന്നത് അവൻ കാണുന്നു. അതിലേതാണ് സംഭവിക്കുക എന്നുള്ളത് അവൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ചിട്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും അവൻ്റെ ഈ ഒരു ഭാവി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണോ അതോ അവൻ്റെ പ്രവർത്തികളുടെ ഫലമായിട്ട് തന്നെയാണോ ഇത് സംഭവിക്കാൻ പോകുന്നത്? അതായത് അവൻ്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ശരിക്കും ഫിക്സ്ഡ് ആണോ അതോ അവനെ തന്നെ ആശ്രയിച്ചിട്ടുള്ളൊരു കാര്യമാണോ എന്നതിൽ അവന് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. ദിസ് അൺസർട്ടനിറ്റി ആഡ്സ് ഡെപ്ത് ടു ഹിസ് ഇന്റേണൽ സ്ട്രഗിൾ. അവൻ്റെ ആന്തരിക സംഘർഷത്തിൽ ഈ ഒരു കാര്യം വലിയ പങ്ക് വഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. The visions highlight the tension between chosen leadership and free will. ഇനി ടീമിനെ സംബന്ധിച്ചുകൊണ്ട് നമുക്കിതിൽ കാണാൻ വേണ്ടി കഴിയുന്നത് ചോസൺ ലീഡർഷിപ്പ് ആൻഡ് ഫ്രീ വിൽ. ഈ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെ ഡെസ്റ്റിനി കൊണ്ട് ചൂസ് ചെയ്യപ്പെടുന്നവരാണോ അതോ അവരുടെ ഫ്രീ വില്ല് കൊണ്ട് അവരുടെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് അവർ ഉയർന്നു വരുന്നതാണോ എന്നുള്ള ഒരു ടീമാണ് ഈ സിനിമയിൽ ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. പോൾ റെസിൽസ് വിത്ത് ദ ബർഡൻ ഓഫ് പ്രൊഫസി ഫിയറിംഗ് ദ ഡെവസ്റ്റേഷൻ ഹിസ് റൈസ് ടു പവർ മൈറ്റ് ബ്രിങ്. അവന് ഈ ഒരു ഡെസ്റ്റിനി ഉണ്ട് എന്നുള്ള കാര്യം അവന് വിഷൻസിൽ കാണുന്ന സമയത്തും അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ ആദ്യം തയ്യാറാവുന്നില്ല. കാരണം ഉണ്ടാവുന്ന യുദ്ധവും അതുമൂലം ഉണ്ടാവുന്ന വ്യാപക നഷ്ടങ്ങളും കാരണം തുടക്കത്തിൽ അവൻ അത് ഏറ്റെടുക്കാൻ മടിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഡിസ്പൈറ്റ് ഹിസ് ഫിയേഴ്സ് ഹിസ് വിഷൻസ് അൾട്ടിമേറ്റ്ലി പുഷ് ഹിം ടു എംബ്രേസ് ഹിസ് ലീഡർഷിപ്പ് റോൾ, റീഇൻഫോഴ്സിംഗ് ദ ഫിലിംസ് എക്സ്പ്ലോറേഷൻ ഓഫ് പവർ, റെസ്പോൺസിബിലിറ്റി ആൻഡ് ദ കോൺസിക്വൻസസ് ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് മാനിപ്പുലേഷൻ. അപ്പോൾ ഇത്തരത്തിൽ അവന് പല ആശങ്കകളും ഉണ്ടെന്നുണ്ടെങ്കിലും ഈ വിഷൻസിലൂടെ അവസാനം അവൻ ആ ഡെസ്റ്റിനി ഏറ്റെടുക്കുകയും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ലീഡറായിട്ട് വരുന്നത് നമ്മൾ കാണുന്നു. ഈ സിനിമയിൽ ഈ വിഷൻസിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് ഇതുപോലെ ഒരു ലീഡർ എന്ന് പറയുന്നത് ഇതുപോലെ ഡെസ്റ്റിനി മൂലം നൽകപ്പെടുന്നതാണോ അതോ അവരുടെ തന്നെ ആക്ഷൻസിലൂടെ അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണോ എന്നുള്ള ഒരു തീമാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. Evaluate the impact of betrayal on the narrative of Dune. How does Duke Leto's betrayal by Wellington UA affect the trajectory of House Atreides, and what consequences does this have for Paul and Lady Jessica's survival? ഇനി ഈ കഥയ്ക്കകത്ത് ബിട്രയൽ അല്ലെങ്കിൽ വഞ്ചനയ്ക്കുള്ള പ്രാധാന്യമാണ് ചോദിക്കുന്നത്. ഡ്യൂക്ക് ലെറ്റോയെ അവരുടെ ഫാമിലി ഡോക്ടറായിട്ടുള്ള UA വഞ്ചിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു വഞ്ചന ഈ സ്റ്റോറിക്കകത്ത് എന്ത് കോൺസിക്വൻസസ് ആണ് സൃഷ്ടിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ബിട്രയൽ ഈസ് എ സെൻട്രൽ തീം ഇൻ ഡൂൺ. വഞ്ചന എന്ന് പറയുന്നത് ഈ ഡൂണിലെ കഥയിൽ പ്രധാനപ്പെട്ട തീമായിട്ട് വരുന്നത് നമ്മൾ കാണുന്നു. ഡോക്ടർ വെല്ലിംഗ്ടൺ UA, കോവേഴ്സ്ഡ് ബൈ ബാരൻ ഹാർക്കൊനൻ, ഡിസേബിൾസ് ആർക്കീൻസ് ഡിഫൻസസ്, അലോവിങ് എ ഫുൾ സ്കെയിൽ അറ്റാക്ക് ഓൺ ഹൗസ് ആത്രൈഡിസ്. അപ്പോൾ ഈ ഡോക്ടർ വെല്ലിംഗ്ടൺ UA നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആത്രൈഡീസിൻ്റെ ഫാമിലി ഡോക്ടറായിട്ടുള്ള ഇയാളാണ് ഈ ഹാർക്കോനൻസിൻ്റെ ഭീഷണി അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള ഡിഫൻസ് സിസ്റ്റംസ് ഓഫ് ചെയ്യുന്നത്. അതാണ് ഈ ആത്രൈഡീസിനെ പെട്ടെന്ന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നത്. ദിസ് ബിട്രയൽ ലീഡ്സ് ടു ഡ്യൂക്ക് ലെറ്റോസ് ക്യാപ്ചർ ആൻഡ് ഡെത്ത്, മാർക്കിംഗ് ദ ഡൗൺഫോൾ ഓഫ് ഹൗസ് അത്രൈഡീസ് ആസ് എ റൂളിംഗ് ഫോഴ്സ്. അപ്പോൾ ഈ വഞ്ചനയുടെ ഫലമായിട്ട് ഡ്യൂക്ക് ലെറ്റോയെ അവർ പിടിച്ചു കൊണ്ടുപോവുകയും വധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഹൗസ് ആത്രൈഡീസിന്റെ ഭരണത്തിന് അവിടെ ഒരു അവസാനം ആവുകയാണ്. ഇറ്റ് സെർവ്സ് ആസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ദ സ്റ്റോറി. അപ്പോൾ ഈ വഞ്ചനയാണ് ഈ കഥയിലെ ടേണിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. അതോടുകൂടിയായിട്ടാണ് ലെറ്റോയിൽ നിന്ന് ഈ സ്റ്റോറിയുടെ ഫോക്കസ് മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ പോളിലേക്ക് ഈ കഥയുടെ ഫോക്കസ് വരുന്നത്. Paul and Jessica are forced into the desert, relying on their survival skills and the Fremen. ഇനി ആ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന പോളും ജെസീക്കയും മരുഭൂമിയിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ഹാർഷ് കണ്ടീഷൻസിൽ അവർ അതിജീവിക്കുന്നത് ഈ ഫ്രെമൻസിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണെന്ന് നമ്മൾ കാണുന്നു. This moment shifts Paul's journey from noble heir to exiled leader, pushing him toward his prophesied destiny. അപ്പോൾ പോള് ഒരു നോബിൾ ഹെയർ ആയിരുന്നു, ഒരു രാജകുമാരനെ പോലെ കൊട്ടാരത്തിലുണ്ടായിരുന്ന പോള് ഇതുപോലെ മരുഭൂമിയിൽ നാട് കടത്തപ്പെട്ടിട്ടുള്ള ഒരാളെ പോലെ വരികയും അവിടുത്തെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ആ ലീഡറായിട്ട് വരിക എന്നുള്ള പ്രൊഫസി സാധ്യമാക്കുന്നതിൽ ആ ബിട്രയലിന് പങ്കുള്ളതായിട്ട് നമ്മൾ കാണുന്നു. The loss of his father and home hardens Paul, reinforcing his visions and pushing him
ക്ലോസർ ടു എംബ്രേസിങ് ഹിസ് റോൾ ആസ് എ ലീഡർ. ഇനി തൻ്റെ പിതാവിനെയും അതുപോലെ തന്നെ കുടുംബവും എല്ലാം നഷ്ടപ്പെടുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കട്ടിയുള്ളതാക്കുന്നതിന് അത് സഹായകമാകുന്നു. അത്തരത്തിൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലീഡർ എന്ന രീതിയിൽ വളർന്നു വരുന്നതിന് അത് സഹായകമാവുന്നതായിട്ട് നമ്മൾ കാണുന്നു. ദ ബിട്രയൽ ഓഫ് ഹൗസ് ആത്രേദീസ് അൾട്ടിമേറ്റ്ലി സെറ്റ്സ് എ സ്റ്റേജ് ഫോർ പോൾസ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ദ ലാർജർ പൊളിറ്റിക്കൽ അപ്പീൽ ടു കം. അപ്പോൾ അത്തരത്തിൽ ലെറ്റോയിൽ ഉണ്ടായിരുന്ന ഫോക്കസ് മാറിക്കൊണ്ട് ഈ കഥയുടെ ഫോക്കസ് പോളിലേക്ക് വരുന്നതിലും പോള് ഒരു ലീഡറായിട്ട് ഉയർന്നു വരുന്നതിലും ഈ ഡോക്ടറുടെ ബിട്രയൽ വലിയ പങ്ക് വഹിക്കുന്നതായിട്ട്, അതായത് ഈ കഥയുടെ ടേണിംഗ് പോയിന്റ് ആണ് ആ ബിട്രയൽ എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം: Analyze the intricate relationship between power, betrayal and survival between the key houses Atreides, Harkonnen and the Emperor, and how they reflect broader themes of political intrigue and manipulation in Dune Part 1. ഇനി ഈ സിനിമയ്ക്കകത്ത് ആത്രേദീസ്, ഹാർക്കോനൻ അതുപോലെ എംപറർ എന്നുള്ള ഈ ഹൗസുകൾ തമ്മിൽ പവർ, ബിട്രയൽ, സർവൈവൽ എന്നീ തീമുകൾ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ എന്നൊരു തീം ഇതിലൂടെ എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നും ചോദിക്കുന്നു. The film explores themes of power, betrayal and survival through the relationships and conflicts between the houses. ഇനി ഈ ആത്രേദീസ്, ഹാർക്കോനൻ അതുപോലെ എംപറർ തുടങ്ങിയിട്ടുള്ള ഈ ഹൗസസ് തമ്മിലുള്ള റിലേഷൻഷിപ്സിലൂടെയും കൺഫ്ലിക്ട്സിലൂടെയാണ് ഈ തീമുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഡ്യൂക്ക് ലെറ്റോസ് ലീഡർഷിപ്പ് സ്ട്രെങ്തൻസ് ഹൗസ് ആത്രേദീസ്, മേക്കിംഗ് ഇറ്റ് എ പൊളിറ്റിക്കൽ ത്രെറ്റ് ടു എംപറർ ഷദാം IV. ഡ്യൂക്ക് ലെറ്റോയുടെ നേതൃത്വത്തിൽ ഹൗസ് ആത്രേദീസ് ശക്തമായിട്ട് വരുന്നതും അത് തനിക്കൊരു ഭീഷണിയാണ് എന്ന് എംപറർ കണക്കാക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ദിസ് ലീഡ്സ് ദി എംപറർ ടു ടേക്ക് ഡ്രാസ്റ്റിക് മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ ഹിസ് റൂൾ. ഇതാണ് വഞ്ചനയിലൂടെ ആത്രേദീസിനെ ഹാർക്കോനൻസുമായിട്ട് യുദ്ധം ചെയ്യിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതിൽ എംപററിനെ സ്വാധീനിക്കുന്നത്. The Harkonnens represent ruthless oppressive power. ഇനി ഹാർക്കോനൻസ് ഈ സിനിമയ്ക്കകത്ത് ഒരു ഒപ്രസീവ് പവറിൻ്റെ സിമ്പലായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള അടിച്ചമർത്തുന്ന അധികാരത്തിൻ്റെ സിമ്പലായിട്ട് ഹാർക്കോനൻസിനെ നമ്മൾ കാണുന്നു. Their previous control over Arrakis allowed them to exploit the spice trade and they are determined to reclaim it by force. അവരാണ് അറാക്കിസിലെ സ്പൈസ് ട്രേഡ് ആദ്യം നടത്തിയിരുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. എംപറർ അത് ആത്രേദീസിനെ ഏൽപ്പിക്കുന്ന സമയത്ത് യുദ്ധം ചെയ്തുകൊണ്ട് അത് തിരിച്ചെടുക്കണമെന്നാണ് അവർ കണക്കാക്കുന്നത്. എംപറർ ഷദാം IV മാനിപ്പുലേറ്റ്സ് ദ ഫ്യൂഡിംഗ് ഹൗസസ് ടു മെയിൻറ്റെയിൻ ഹിസ് റൂൾ. ഇനി എംപറർ ആണെങ്കിൽ ഈ ഹൗസുകളെ തമ്മിൽ യുദ്ധം ചെയ്യിച്ചുകൊണ്ടാണ് തൻ്റെ അധികാരം നിലനിർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ബൈ ഓഫറിംഗ് അറാക്കിസ് ടു ഹൗസ് ആത്രേദീസ് ആൻഡ് സീക്രട്ട്ലി എയ്ഡിംഗ് ദ ഹാർക്കോനൻസ് ഹി എൻഷുവേഴ്സ് നോ ഹൗസ് ബിക്കംസ് ടു പവർഫുൾ. അങ്ങനെ ഈ അറാക്കിസിൻ്റെ ചുമതല ആത്രേദീസിനെ ഏൽപ്പിക്കുന്നതിലൂടെ അവരും ഹാർക്കോനൻസും തമ്മിലൊരു യുദ്ധം ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാക്കുകയും അങ്ങനെ ഇവർ തമ്മിൽ എപ്പോഴും യുദ്ധം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതിലൂടെ ആരും തന്നേക്കാളും വലുതായിട്ട് വളരുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉറപ്പിക്കുന്നതും എംപറർ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. The Emperor's betrayal, along with Dr. Yuval's forced betrayal of Duke Leto, highlights how manipulation and coercion are central to political machinations. ഇനി എംപറർ ഈ ഡ്യൂക്കിനെ വഞ്ചിക്കുന്നതും അതുപോലെ തന്നെ ഈ ഹാർക്കോനൻസ് ഡോക്ടർ ഹ്യൂവേനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വഞ്ചിപ്പിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിൽ ഈ രാഷ്ട്രീയ വടംവലികളിൽ വഞ്ചന ഒരു വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മളിവിടെ കാണുന്നു. The film depicts a world where alliances are temporary and betrayal is a common tool for maintaining control. അപ്പോൾ അലയൻസുകൾ അല്ലെങ്കിൽ സഖ്യം അല്ലെങ്കിൽ സൗഹൃദം എന്ന് പറയുന്നത് ടെമ്പററി ആണ്, സ്ഥിരമായിട്ടുള്ളൊരു കാര്യമല്ല. എപ്പോഴും അവരവരുടെ ഒരു കാര്യം നോക്കുകയും അതുപോലെ ഏത് നിമിഷവും മറ്റൊരാളെ വഞ്ചിക്കുകയും ചെയ്യുന്നതാണ് അധികാരം എന്നുള്ളൊരു സിറ്റുവേഷൻ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നു. ഡ്യൂൺ പോർട്രേസ് ബിട്രയൽ ആസ് എൻ ഇനെവിറ്റബിൾ ആസ്പെക്ട് ഓഫ് പവർ സ്ട്രഗിൾസ് വേർ ട്രസ്റ്റ് ഈസ് എ വീക്ക്നെസ്. അപ്പോൾ ഇത്തരം രാഷ്ട്രീയ വടംവലികൾക്ക് ഇടയിൽ ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന ഒരു വീക്ക്നെസ് ആണ് എന്നും ഇവിടെ വഞ്ചന എന്ന് പറയുന്നതാണ് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്നുള്ളതും ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നു. സർവൈവൽ ബിലോങ്സ് ടു ദോസ് ഹു അഡാപ്റ്റ് ലൈക്ക് പോൾ, ജസീക്ക ആൻഡ് ദ ഫ്രെമൻ, വൈൽ റിജിഡ് സ്ട്രക്ചേഴ്സ് ലൈക്ക് ദി ആത്രേദീസ് ആൻഡ് ഹാർക്കോനൻ സഫർ.
ഇനി സർവൈവൽ എന്ന് പറയുന്നത് ഈ ഒരു ഹാർഷ് സിറ്റുവേഷൻസിലൂടെ അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്കാണ് എന്നുള്ളൊരു സിമ്പിളാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. പ്രത്യേകിച്ചും പോള്, ജെസിക്ക, അതുപോലെ ഫ്രെമൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ ആ ഡെസേർട്ടിലെ ഹാർഷ് കണ്ടീഷൻസിലൂടെ അഡാപ്റ്റ് ചെയ്യുന്നതും അവർ സർവൈവ് ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മാറി വരുമ്പോൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു തീമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. പൊതുവിൽ ഈ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സിനകത്ത് ബിട്രയൽ എന്ന് പറയുന്നത് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളൊരു തീമാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ: explore the role of prophecy and destiny in Dune, particularly through the character of Paul Atreides. Consider the implications of Paul's journey in relation to the broader themes of environmentalism and social justice inherent in the narrative. ഇനി ഈ സിനിമയ്ക്കകത്ത് പ്രൊഫസിയുടെയും ഡെസ്റ്റിനിയുടെയും റോള് എന്താണെന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ പോളിൻ്റെ ഈ ജേർണിയിൽ എൻവയോൺമെൻ്റലിസം, സോഷ്യൽ ജസ്റ്റിസ്, പരിസ്ഥിതിവാദം, അതുപോലെ തന്നെ സാമൂഹ്യ നീതി തുടങ്ങിയിട്ടുള്ള തീമുകൾ എങ്ങനെയാണ് കടന്നു വരുന്നത് എന്നും ചോദിക്കുന്നു. The film explores prophecy and destiny through the character of Paul Atreides. നമുക്കറിയാവുന്നതുപോലെ പോൾ ആത്രൈഡീസിൻ്റെ കഥാപാത്രത്തിലൂടെയാണ് ഈ പ്രൊഫസി അല്ലെങ്കിൽ പ്രവചനം, അതുപോലെ ഡെസ്റ്റിനി തുടങ്ങിയിട്ടുള്ള തീമുകൾ അവതരിപ്പിക്കുന്നത്. ഹിസ് ജേർണി ഈസ് ഡീപ്ലി ടൈഡ് ടു എൻവയോൺമെൻ്റലിസം ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ആസ് ഹി ജോയിൻസ് ദ ഫ്രെമൻ. ഇനി പോളിൻ്റെ യാത്ര ഈ പരിസ്ഥിതിവാദവുമായിട്ടും അതുപോലെ സാമൂഹിക നീതിയുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നായിട്ട് നമ്മൾ കാണുന്നു. കാരണം ഈ സ്പൈസ് പ്രൊഡക്ഷനകത്ത് നമ്മൾ കാണുന്ന ഒരു പ്രകൃതി ചൂഷണമാണ്. അതുപോലെ ഫ്രെമൻ എന്ന് പറയുന്ന ആ മരുഭൂമിയിലെ ആളുകളെ അടിച്ചമർത്തിക്കൊണ്ടാണ് അവിടുന്ന് സ്പൈസ് എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോൾ പോരാടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിൽ സാമൂഹ്യ നീതി, അതുപോലെ പരിസ്ഥിതി തുടങ്ങിയിട്ടുള്ള തീമുകളും അവൻ്റെ യാത്രയുടെ ഭാഗമായിട്ട് വരുന്നത് നമ്മൾ കാണുന്നു. Paul sees glimpses of possible futures, including his leadership among the Fremen and a devastating holy war in his name. ഇനി പോള് ഈ പ്രൊഫസി എല്ലാം അവൻ്റെ വിഷൻസിലൂടെയാണ് കാണുന്നത്. അവൻ്റെ സ്വപ്നങ്ങൾ പോലെ വരുന്ന ഈ വിഷൻസിലൂടെ അവിടെ അവൻ ഒരു ലീഡറായിട്ട് വരുന്നതും അതുപോലെ യുദ്ധം ഉണ്ടാവുന്നതുമെല്ലാം അവൻ കാണുന്നു. The film raises the issue of whether Paul controls his destiny or if he is merely fulfilling a preordained path. അപ്പോൾ ഇവിടെ ഡെസ്റ്റിനിയുടെ തീം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ പോളിൻ്റെ ഈ ഒരു ലീഡർഷിപ്പിലേക്കുള്ള ഉയർച്ച എന്ന് പറയുന്നത് പോളിൻ്റെ പ്രവർത്തികളിലൂടെ സംഭവിക്കുന്ന ഒന്നാണോ അതോ പ്രവചിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് നടന്നു പോകുന്നതാണോ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. He struggles with embracing the prophecy while fearing the destruction it may cause, highlighting the moral weight of destiny. അപ്പോൾ ഇത്തരത്തിൽ ഡെസ്റ്റിനി, അതായത് ഒരാളുടെ ജീവിതയാത്ര എന്ന് പറയുന്നത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിനകത്ത് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു. കാരണം അവന് യുദ്ധത്തിൻ്റെ ഭാഗമാകുകയും അതുപോലെ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ നാശനഷ്ടങ്ങൾ അവൻ മൂലം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ അവനെ ധാർമ്മികമായിട്ട് തളർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. The Fremen see Paul as a fulfillment of a legend, demonstrating how faith and prophecy shape social and political movements. ഇനി ആ മരുഭൂമിയിലെ ആളുകളായിട്ടുള്ള ഫ്രെമൻ ഇവൻ ഇതുപോലെ പ്രൊഫസൈസ്ഡ് ആയിട്ടുള്ള പ്രവചിക്കപ്പെട്ടിട്ടുള്ള രക്ഷകൻ എന്ന രീതിയിലാണ് കാണുന്നത്. അത്തരത്തിൽ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ, സാമൂഹിക സാഹചര്യങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഡെസ്റ്റിനി, അതിലുള്ള വിശ്വാസം. അപ്പോൾ നമുക്കറിയാം പല രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഇതുപോലെ നമ്മുടെ നാട് രക്ഷിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ് എന്നുള്ള ഒരു സങ്കല്പമൊക്കെ പല ആളുകൾക്കിടയിലും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പല ദുരനുഭവങ്ങൾക്കും കാരണമായിട്ടുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് ജർമ്മനിയിലെ ഹിറ്റ്ലറൊക്കെ ഇത്തരത്തിൽ ഡെസ്റ്റിനി എന്നുള്ള രീതിയിൽ ആളുകൾ കണക്കാക്കിയിരുന്ന ആളാണ്. അതൊക്കെ എന്ത് വലിയ ദുരന്തത്തിലേക്കാണ് നയിച്ചിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഈ ഡെസ്റ്റിനിയിൽ ആളുകൾ വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. Arrakis is a harsh environment. Survival on Arrakis depends on understanding and respecting the desert ecosystem. ഇനി അരാക്കിസ് എന്ന് പറയുന്നത് ഒരു വളരെ ഹാർഷ് ആയിട്ടുള്ള ഡെസേർട്ടാണ്. ആ ഡെസേർട്ടിനെ മനസ്സിലാക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് അവിടെ അതിജീവിക്കാൻ കഴിയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ദിസ് പാരലൽസ് റിയൽ വേൾഡ് എൻവയോൺമെൻറ്റൽ ചലഞ്ചസ്. അപ്പോൾ നമ്മുടെ ഈ റിയൽ വേൾഡിനകത്തുള്ള ഈ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ ഒരു സിമ്പിളായിട്ട് നമ്മളത് കാണുന്നു. കാരണം നമ്മൾ പരിസ്ഥിതിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ജീവിച്ചാൽ മാത്രമാണ് നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നുള്ളൊരു തീം അവിടെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ദ സ്ട്രഗിൾ ഓവർ സ്പൈസ് മിറേഴ്സ് ഹിസ്റ്റോറിക്കൽ കോൺഫ്ലിക്ട്സ് ഓവർ ഓയിൽ, വാട്ടർ ആൻഡ് അതർ വാല്യുബിൾ നാച്ചുറൽ റിസോഴ്സസ്. ഇതുകൂടാതെ സ്പൈസിന് വേണ്ടിയിട്ട് അവിടെ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഇത് നമുക്കറിയാം ചരിത്രപരമായിട്ട് ഇതുപോലെ ഓയിലിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗോൾഡിന് വേണ്ടിയിട്ടും വാട്ടറിന് വേണ്ടിയിട്ടൊക്കെ യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു സിമ്പിളായിട്ട് നമ്മളിത് കാണുന്നു.
The exploitation of Arrakis by the Harkonnens and the Emperor reflects historical patterns of colonial rule and resource extraction. ഇനി ഹാർക്കോനൻസും അതുപോലെ എംപററും ഈ അരാക്കിസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെയുള്ള ആളുകളെ അടിച്ചമർത്തിക്കൊണ്ടാണ് അവരവിടുന്ന് സ്പൈസ് എടുത്തുകൊണ്ട് പോകുന്നത്. ഇത് നമുക്ക് ചരിത്രപരമായിട്ട് കൊളോണിയലിസത്തിൻ്റെ ഒരു സിമ്പലായിട്ട് കാണാവുന്നതാണ്. നമുക്കറിയാം ഇന്ത്യയിലും ഇതുപോലെ ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇവിടെയുള്ള റിസോഴ്സസ് ഒക്കെ എടുത്തുകൊണ്ടുപോയി ചരിത്രം നമ്മൾ പഠിക്കുന്നതാണ്. അത്തരത്തിൽ ചരിത്രപരമായിട്ടുള്ള ഈ ഒരു ചൂഷണത്തിൻ്റെ സിമ്പലായിട്ട് നമ്മളത് കാണുന്നു. പോൾ ബിക്കംസ് എ സിമ്പൽ ഓഫ് റെസിസ്റ്റൻസ് അലൈനിങ് വിത്ത് ദ ഒപ്രസ്ഡ് ഫ്രെമൻ. അപ്പോൾ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഫ്രെമൻസിൻ്റെ ഒരു ലീഡറായിട്ട് പോൾ കടന്നു വരുമ്പോൾ നമുക്കറിയാം ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള രീതിയിലൊക്കെയാണ് പോൾ അവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. അത്തരത്തിൽ സാമൂഹ്യ നീതിയുടെ ഒരു തീം കൂടി പോളിൻ്റെ ജേണിയുടെ ഭാഗമാവുന്നത് നമ്മൾ കാണുന്നു. Paul's journey and his rise is not just a personal transformation. His journey is a fulfillment of a prophecy deeply connected to environmentalism and social justice. അങ്ങനെ പോളിൻ്റെ ഈ യാത്ര എന്ന് പറയുന്നത് അവൻ്റെ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല, അതൊരു പ്രവചനത്തിൻ്റെ ഫുൾഫിൽമെൻ്റ് ആണ്. അതുകൂടാതെ തന്നെ ഈ പരിസ്ഥിതിയുമായിട്ടും സാമൂഹ്യ നീതിയുമായിട്ടും ബന്ധപ്പെട്ട ഒന്നുകൂടിയാണ് എന്ന് നമ്മൾ കാണുന്നു. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളിവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്